ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിൽ, അതായത് നെക്സ്റ്റ് വീക്ക് പ്രമോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടെ ഒരു ഹൈപ്പ് തന്നിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാലൻസ് കഥയായിട്ടാണ് ഇനി വരാൻ പോകുന്ന ഒരാഴ്ചത്തെ കഥ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ നയനയുടെയും ആദർശിന്റെയും കഥ കിടപ്പുണ്ട്. അതിന്റെ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ ഫുൾ വിശേഷം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം പറഞ്ഞു ബോറാക്കുന്നൊന്നുമില്ല, നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ സച്ചിയുടെ രേവതിയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്. അവിടെ ലക്ഷ്മിയും ദേവുവും വന്നു. അതിന്റെ കൂടെ ഇപ്പൊ എത്തിയിരിക്കുന്നത് നമ്മുടെ മഹിമയാണ്. അങ്ങനെ മഹിമ വന്നതും നമ്മുടെ സച്ചി പറഞ്ഞു, അതെ അടുത്തുനിന്ന് എല്ലാവരും ഒക്കെ അങ്ങോട്ട് മാറിയിരുന്നു. ഇനിയിപ്പോ എന്തെങ്കിലും കാണാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെടുത്തു, അവരെടുത്തു, ഇവരെടുത്തു എന്നൊക്കെ പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മഹിമ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കരുത്, അന്നൊരു അബദ്ധം പറ്റിപ്പോയതാ. നമ്മളൊക്കെ ഒരു കുടുംബക്കാരല്ലേ, വഴക്കും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ നമുക്ക് ക്ഷമിച്ചും സഹിച്ചു അങ്ങ് പോകത്തില്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അപ്പൊ നമ്മുടെ സച്ചിയുടെ അച്ഛൻ പറഞ്ഞു, അയ്യോ അതൊന്നും സാരമില്ല, അല്ലെങ്കിൽ നമ്മള് കുടുംബക്കാര് തമ്മിൽ എന്ത് പ്രശ്നം, അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാൽ അത് നമ്മളങ്ങ് മറന്നു കളഞ്ഞാൽ പോരെ. പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്, ഇവിടെ ആരും അതൊന്നും മനസ്സിൽ വെച്ചോണ്ട് ഇരിപ്പില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കുമാണ് നമ്മുടെ മഹിമ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങ് വരുന്നത്. ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാണ് കേട്ടോ. ഗിഫ്റ്റ് വേറൊന്നുമല്ല, ഒരു സ്വർണ്ണവള തന്നെയാണ്. അങ്ങനെ രേവതിക്ക് ആ ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും അയ്യോ ചന്ദ്ര പറഞ്ഞു, അയ്യടാ അത് കൊള്ളാലോ. അല്ല മഹിമേ, ഇതാണ് കുടുംബവും അതുപോലെ തന്നെ അഭിമാനവും അന്തസ്സും ഉള്ളവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുടുംബം അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയൊക്കെ കൊടുക്കും. അല്ലെങ്കിലും വെഡിങ് ആനിവേഴ്സറി അല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാണ്, കൊടുക്കേണ്ട ആളുകൾ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, കൈവീശിയാണല്ലോ വന്നിരിക്കുന്നത്. ആരെയാ പറയുന്നത്? ലക്ഷ്മീനെയും ദേവുവിനെയും ആട്ടോ പറയുന്നത്. ഇത് കേട്ടതും വല്ലാണ്ടങ്ങായി പോയി കേട്ടോ. നമ്മുടെ ദേവുവിനും ലക്ഷ്മിക്കും ഇവരെ തന്നെയാ പറഞ്ഞതെന്ന് മനസ്സിലായി. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അതെ ചന്ദ്രേ, നീ മിണ്ടാതിരിക്കുക. നീ എന്തിനാ വെറുതെ ഓരോ കുത്തും കോളും വെച്ച് സംസാരിക്കുന്നത്? അവർക്ക് മേടിക്കാൻ പറ്റുന്നത് അവർ മേടിച്ചു കൊടുത്തായിരുന്നല്ലോ. വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഷർട്ടും ഒരു സാരിയും അവർക്ക് മേടിച്ചു കൊടുത്ത് നേരത്തെ കൊണ്ടു തന്നിട്ട് പോയതല്ലേ. ഇനിയിപ്പോ എന്തിനാ? അയ്യോ അങ്ങനെയാണോ? സാധാരണ അങ്ങനെയൊന്നും അല്ലേ. സാധാരണ വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നത്. സ്വന്തം മക്കളുടെ ഓരോരോ ആഘോഷങ്ങൾക്കും ആവശ്യങ്ങൾക്കുമായിട്ട് കുടുംബക്കാരെ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ദരിദ്രവാസം പിടിച്ചവരെന്നും ദരിദ്രവാസം പിടിച്ചവർ തന്നെയല്ലേ. അപ്പോഴേക്കും അച്ചമ്മയ്ക്ക് കാലി വന്നിട്ട്, നിർത്തടി ചന്ദ്രേ, എന്തുവാടി നീ കിടന്ന് കൂടുതൽ അഭ്യാസം കളിക്കുന്നത്? നേരത്തെ ഞാൻ നിന്നെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞ് നാണം കടത്താൻ എനിക്ക് ഉദ്ദേശമില്ല. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. വെറുതെ എന്റെ തലയിൽ കയറുന്ന ഇറങ്ങരുതെന്ന് പറഞ്ഞു. ഏതായാലും മഹിമ ഇത് നേരെ കൊണ്ടുപോയി രേവതിയുടെ കയ്യിലിട്ട് കൊടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അതെ ആ വളയിങ് തന്നെ എന്ന് പറഞ്ഞു മേടിച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അത് ഈ വളയെ എന്റെ കൈക്ക് ചേരുന്നതിനേക്കാളും നല്ലതേ വന്നേ വർഷേ എന്ന് പറഞ്ഞു വർഷയുടെ കയ്യിലിട്ട് കൊടുത്തിട്ട്, ഇത് വർഷേ നിന്റെ കൈക്കാ ചേരുന്നത്. അയ്യോ ചേച്ചി, അമ്മ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നല്ലേ. എനിക്ക് ഈ സ്വർണത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലെന്നേ. ഞാനങ്ങനെ സ്വർണം ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണും അല്ല. അതുകൊണ്ടേ എനിക്ക് തൽക്കാലം ഇത് വേണ്ട. ഗിഫ്റ്റ് തന്നത് നിരസിച്ചതാണെന്നൊന്നും കരുതണ്ട. ഇതിപ്പം സ്വർണം ആയതുകൊണ്ടാ. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തും സ്വീകരിച്ചേനെ. സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് അത് വർഷയുടെ കയ്യിൽ ഇട്ട് കൊടുത്തു. ഇത് നമ്മുടെ മഹിമയ്ക്ക് നല്ലൊരു തിരിച്ചടി കിട്ടുന്ന പോലെ ആയിപ്പോയിട്ട്, നല്ലൊരു തിരിച്ചടി കിട്ടുന്ന പോലെ ആയിപ്പോയി. ഏതായാലും സച്ചിക്കും അങ്ങോട്ട് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. സച്ചിയും രേവതിനെ നോക്കിയിട്ട് ഒരു ചിരിയോടൊക്കെ കൂടി. അതുപോലെ തന്നെ നമ്മുടെ മഹിമേനെ നോക്കിയിട്ട് ഒരു പുച്ഛ ചിരിയോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാ പിന്നെ കേക്ക് കട്ട് ചെയ്യാം, സമയം താമസിക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ, അയ്യോ എന്തൊരു ചൂട്, ഇവിടെ എ സി ഇല്ലേ ചന്ദ്രേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹിമ. അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു, അതെ ഇവിടെ എ സി ഇല്ല, അപ്പുറേ 2 റൂമിലുണ്ട്, അങ്ങോട്ട് വേണമെങ്കിൽ പോയി ഇരുന്നോ എന്നിങ്ങനെ മഹിമയോട് പറഞ്ഞപ്പോ മഹിമ പറഞ്ഞു, അയ്യോ എ സി ഇല്ലാത്ത വലിയൊരു കഷ്ടാണ് കേട്ടോ. എങ്ങനെ എ സി ഇല്ലാതെ നിങ്ങൾ ഇതിനകത്ത് ജീവിക്കുന്നത്? എനിക്കാണെങ്കിലേ ഇങ്ങനെയുള്ള സ്ഥലത്ത് ആൾക്കാർ കൂടി നിൽക്കുമ്പോഴത്തേക്കും എ സി ഇല്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ. അല്ല വേണമെങ്കിലേ ഞാൻ പുതിയൊരു എ സി ഇപ്പം വിളിച്ച് പറയാം, ഓർഡർ ചെയ്യാം, കൊണ്ടുവരും. അപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു, ഇവിടെ എ സിയും വേണ്ട, ഒരു കൂസിയും വേണ്ട. അതെ ഇവിടെ ഞങ്ങൾക്ക് നല്ല തണുപ്പുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് ചൂടും തണുപ്പും ഒക്കെ കൂടിയ ക്ലൈമറ്റാണ് ഇഷ്ടം. അപ്പോഴത്തേക്കാണ് അച്ഛമ്മ പറഞ്ഞത്, അല്ലെങ്കിലും ഈ നാട്ടിലൊക്കെ അല്ലേ എ സി ഒക്കെ, എ സി ഫാന് എന്തൊക്കെയാണ്, കൂളറ്
ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ആരും വെട്ടിക്കളയുന്നില്ല. നല്ല തണുത്ത കാറ്റ് വീശുമാടിച്ച് പെരക്കകത്തേക്ക് കേറും. എന്താ സുഖം എന്നറിയാമോ? ഏതായാലും സമയം കളയണ്ട. വെട്ടെന്നല്ല, സോറി, കേക്ക് മുറിക്കെ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ കേക്ക് മുറിക്കുന്നു. കേക്ക് മുറിച്ചിട്ട് ഓരോ പീസ് ഇങ്ങനെ എടുത്ത് മാറ്റി നമ്മുടെ സച്ചി രേവതിക്കും, രേവതി സച്ചിക്ക് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ പറഞ്ഞു മഹിമയ്ക്ക് കൊടുക്കാൻ. മഹിമയ്ക്ക് കൊണ്ടുപോയി കേക്ക് കൊടുക്കുന്നു. അപ്പൊ മഹിമ മൊത്തം ഒന്ന് താന്നിരിക്കുകയാണ്. അങ്ങ് വലിയ ആളാകാൻ വേണ്ടി പൊങ്ങി വന്നിട്ട് താന്നിരിക്കുകയല്ലേ. അപ്പൊ കേക്ക് മേടിച്ചിട്ട് അതെ ചന്ദ്രേ ഞാൻ പോയേക്കുക എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര എന്ന് വെച്ചു. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ രവീന്ദ്രൻ ഫ്രണ്ടിലേക്ക് വന്നപ്പം അതെ ഞാൻ പോയേക്കുക എന്ന് പറയുമ്പോ പൊക്കോ എന്ന് പറഞ്ഞു കേട്ടോ. അതായത് പോകുക എന്ന് പറയുമ്പോ അത് എന്തിനാ ഇപ്പൊ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഓർത്തത്. എന്നാ പിന്നെ ഇവിടെ നിക്ക് എന്നൊക്കെ പറയുന്ന ഓർത്ത്. എവിടെന്ന് നമ്മുടെ രവീന്ദ്രൻ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. രവീന്ദ്രൻ എന്ത് ചെയ്തു, പൊക്കോളാനും പറഞ്ഞു. നമ്മുടെ മഹിമ എന്നും പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്തു. ചന്ദ്രയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടുമില്ല. നമ്മുടെ വർഷ വലിയ കാര്യമാക്കിയില്ല കേട്ടോ. വർഷയ്ക്ക് അറിയാലോ വർഷയുടെ തള്ള എന്നാണ്, വർഷയുടെ തള്ള എന്താ സംഭവം എന്ന് വർഷയ്ക്ക് അറിയാം. അതുകൊണ്ട് വർഷ അത് വലിയ കാര്യമാക്കിയൊന്നും എടുത്തൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങ് തീർന്നതും ദേ വരുന്നു നമ്മുടെ ശരത്തിനെ കണ്ടതും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയിട്ടോ. നമ്മുടെ സച്ചിയുടെ പ്രതികരണം എന്താണെന്നൊന്നും അറിയില്ലല്ലോ ശരത്ത് വരുമ്പോ. ലക്ഷ്മിയും ദേവും വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയി. ലക്ഷ്മി എന്ന് ചോദിച്ചു നിന്നോട് ആരാടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അപ്പം ശരത്ത് പറഞ്ഞു അത് പിന്നെ എന്റെ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനല്ലാതെ പിന്നെ ആരാണമ്മേ വരേണ്ടത് എന്ന് പറഞ്ഞ് കയ്യില് എന്തൊക്കെയോ കുറെ കവറും അതിൽ പൂമാലയോ എന്തോ പൂക്കളോ ഫ്രൂട്ട്സോ പിന്നെന്താ ഡ്രസ്സോ ഒക്കെ ആയിട്ട് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കയറി വരികയാണ്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു മോൻ കയറി വാ എന്ന് പറഞ്ഞ് രവീന്ദ്രനകത്തേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കയറി വന്നിട്ട് അതെ ഇന്നാ ചേച്ചിക്ക് എന്റെ വകയും എന്റെ വീട്ടുകാരുടെ വകയൊക്കെ വെഡിങ് ആനിവേഴ്സറി സമ്മാനങ്ങളാന്ന് പറഞ്ഞ് ഇതങ്ങ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴും മേടിക്കാൻ നമ്മുടെ രേവതിയുടെ കൈകൾ വിറയ്ക്കുകയാണ്. മേടിക്കണോ വേണ്ടേ? മേടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ സച്ചി അങ്ങ് ചെല്ലാൻ തുടങ്ങിയത് രേവതി പെട്ടെന്ന് പിടിച്ചിട്ട് വേണ്ട സച്ചേട്ടാ അവൻ പൊക്കോളും സച്ചേട്ടാ, ഞാൻ അവളെ പറഞ്ഞു വിട്ടോളാം സച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ തടഞ്ഞു നിർത്തിയപ്പോഴത്തേക്ക് സച്ചി രേവതിയുടെ കൈ അങ്ങ് വിടിപ്പിച്ചിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ആ ഡ്രസ്സൊക്കെ അങ്ങ് കയ്യിൽ അങ്ങ് മേടിച്ചിട്ട് അത് പിരുത്ത് നോക്കി ഷർട്ട് കൊള്ളാമല്ലോ, സൂപ്പറാണല്ലോ രേവതി, കണ്ടോ നിന്റെ സാരി? എന്നാ പിന്നെ എന്റെ അളിയൻ കൊണ്ടുവന്ന ഷർട്ടല്ലേ ഞാനങ്ങ് ഇട്ടേക്കാം എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ബട്ടനൊക്കെ വലിച്ചൂരി ആ ഷർട്ട് ഊരി കളഞ്ഞിട്ട് അളിയൻ കൊണ്ടുവന്ന ഷർട്ടൊക്കെ അങ്ങ് ഇട്ടു. എന്നിട്ട് അളിയൻ ഇത് കൊണ്ടുവരുമ്പം അളിയന് ഞാൻ എന്തേലും തരണ്ടേ അളിയ എന്ന് പറഞ്ഞ് കുറച്ച് കേക്ക് എടുത്ത് വായിലകത്ത് കുത്തി കയറ്റി തന്നെ അങ്ങ് കൊടുത്തു കേട്ടോ. പക്ഷെ അവിടെ നമ്മുടെ ശ്രുതിയും ചന്ദ്രയൊക്കെ വിചാരിച്ചത് എന്താണെന്നറിയാമോ? ഇപ്പൊ അവിടെ ഒരു മുട്ടനടി നടക്കും, മുട്ടനടി ഉണ്ടാകും, അത് ഉറപ്പാണ് എന്ന് ഓർത്തിങ്ങനെ പ്രതീക്ഷിച്ച് കാത്ത് ആ മുഖമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്ന സമയത്താണ് ഇങ്ങനെ നമ്മുടെ സച്ചി ചെയ്തത്. ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല. രേവതിയും പ്രതീക്ഷിച്ചില്ല, ദേവ് പ്രതീക്ഷിച്ചില്ല, ലക്ഷ്മി പ്രതീക്ഷിച്ചില്ല, രവീന്ദ്രൻ പ്രതീക്ഷിച്ചില്ല, ആരും പ്രതീക്ഷിച്ചില്ല. വല്ലാത്തൊരു എന്താ പറയുക അവസ്ഥയായിപ്പോയി എല്ലാവർക്കും. നമ്മുടെ സച്ചി ഒരെണ്ണം കൊട്ടുക്കുമെന്ന് തന്നെയാണ് ഓർത്തിരുന്നത്. പക്ഷെ എന്തോ നമ്മുടെ സച്ചിക്ക് അറിയാം നല്ലൊരു ദിവസമാണ്, ഇവിടെ ഇന്ന് കുളവാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല, അത് ഒത്തിരി പേർക്ക് സന്തോഷം ഉണ്ടാക്കും, രേവതിക്ക് സങ്കടം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സച്ചി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തത്. നമ്മുടെ ആന്റണി ആ പൈസയൊക്കെ കൊടുത്ത് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞതും വലിയൊരു ഭൂകമ്പം സച്ചിയുടെ വീട്ടിലുണ്ടാകും, വെഡിങ് ആനിവേഴ്സറി കുളവാകും എന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മുടെ സച്ചി അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. എന്നിട്ട് ശരത്തിനെ പതുക്കെ ഇങ്ങ് വിളിച്ചിട്ട് പതുക്കെ പറഞ്ഞു അതേ മോനെ നീ ഇനി ഇവിടെ കൂടുതൽ നേരം നിൽക്കേണ്ട, നീ പൊക്കോ, സമ്മാനമൊക്കെ തന്നല്ലോ, ഇനി നീ പൊക്കോ. പിന്നെ ഇത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യേനെ ഓർത്തിട്ടാ, കാരണം അവളെ സങ്കടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. പിന്നെ ഞങ്ങൾ സങ്കടപ്പെടുന്ന കാണാനായിട്ട് കുറച്ച് പേര് ഇവിടെ ഉണ്ട് താനും. അപ്പൊ പിന്നെ ഇതങ്ങ് ഞാൻ ഒരു ചെറിയ നാടകമായിട്ട് അങ്ങ് കളിച്ചതാ. ഇനി നിന്റെ കൂടുതൽ അഭ്യാസമായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട, പൊക്കോ സ്ഥലം വിട്ടോളാൻ പറഞ്ഞിട്ട് നമ്മുടെ ശരത്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. തന്ത്രപൂർവ്വം തന്നെ ആ ഒരു പ്രശ്നം നമ്മുടെ സച്ചി കൈകാര്യം ചെയ്തു. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും വെഡിങ് ആനിവേഴ്സറി കേക്കൊക്കെ മുറിച്ചു, എല്ലാം സെറ്റപ്പായി വളരെ സന്തോഷത്തോടു കൂടി തന്നെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞു. ഏതായാലും വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞ് സന്തോഷമൊക്കെ ആയി. അപ്പോഴത്തേക്കാണ് അടുത്തൊരു പ്രോഗ്രാം. നമ്മുടെ വർഷയുടെ ഒരു ആഗ്രഹമാണ് സച്ചിനെയും രേവതിനെയും കുറിച്ചും എല്ലാവരും രണ്ടു വാക്ക് സംസാരിക്കണം. ഇവരുടെ കല്യാണം കഴിഞ്ഞ് എങ്ങനെയാണ് ഇവരുടെ ജീവിതം, ഇച്ചിരി സന്തോഷം, ഇവരുടെ ജീവിതത്തെക്കുറിച്ച് കുറച്ച് സന്തോഷം ഇങ്ങനെ പങ്കുവെക്കണം. ആദ്യത്തെ അവസരം നമ്മുടെ ശ്രുതിക്കാണ് കൊടുത്തത്. ശ്രുതിയാണെങ്കിൽ ആദ്യം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇവരെ കുറിച്ച് എന്ത് പറയാനാ, എനിക്കൊന്നും പറയാനൊന്നും തോന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് പറയാ,
നമ്മുടെ കൂടെ ജീവിക്കുന്നവരല്ലേ സുധിയേട്ട എന്ന് വർഷ ചോദിച്ചപ്പോഴത്തേക്കും ഒരു കാര്യം പറയാം ഇവന് എനിക്കാ നന്ദി പറയേണ്ടത്. ഇവരുടെ വിവാഹം ഞാൻ കാരണമാണല്ലോ നടന്നത്. അല്ല ഞാനെന്ന് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സച്ചി പറഞ്ഞ മതി മതി നിർത്ത് മനസ്സിലായി ഈ കൂടുതലൊന്നും പറയണ്ട എന്റെ പൊന്നു മോനെന്ന്. ഏതായാലും അവിടെ കൊണ്ട് നമ്മുടെ ശ്രുതി നിർത്തി. അടുത്ത അവസരം വന്നത് ശ്രുതിക്കാണ്. ശ്രുതിയോട് ചോദിക്കാണ് എന്താണ് ഇവരെ കുറിച്ച് പറയാനുള്ളത്. അപ്പോഴത്തേക്ക് ശ്രുതി പറയാ, അതെ എനിക്ക് പറയാനുള്ളത് രേവതിയോടാണ്, പിന്നെ സച്ചിയോടുമായിട്ടും പറയാനുണ്ട്. രേവതി, ഭർത്താവ് കല്യാണം കഴിയുമ്പോഴും നേരെ ആയില്ല എങ്കിൽ എല്ലാവരും പറയും പെണ്ണുങ്ങളുടെ കയ്യിലിരിപ്പ് കാരണമാണെന്ന്. അതിൽ പകുതി ശതമാനവും ശരിയാണ്. സച്ചിനെ നേരെയാക്കി എടുക്കുക എന്നത് രേവതി നിന്റെ കടമയാണ്. സച്ചി തെറ്റ് ചെയ്താൽ തെറ്റാണെന്നും ശരി ചെയ്താൽ ശരിയാണെന്നും ഒക്കെ പറഞ്ഞ് തിരുത്തി കൊടുക്കേണ്ടത് നീയാണ്. അങ്ങനെ തിരുത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം പെർഫെക്റ്റ് ആയിട്ട് പോകും. എവിടെയോ എന്തോ നമ്മുടെ സച്ചിനെ ഒന്ന് കുത്തി പറഞ്ഞതുപോലെ രേവതിനെ ഒന്ന് കുത്തി പറഞ്ഞതുപോലെ എല്ലാവർക്കും തോന്നിയെങ്കിലും പോട്ടെ, സാരമില്ലെന്ന് വെച്ചു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ചന്ദ്രയോട് ചോദിക്കുകയാണ്. ചന്ദ്രയ്ക്ക് വല്ലത് നല്ലത് പറയാനുണ്ടോ? എങ്കിലും ചന്ദ്ര എല്ലാവരും കേൾക്കാനായിട്ട് അതും ഇതുമൊക്കെ എന്തൊക്കെയോ നല്ലതുപോലെ, പക്ഷെ നല്ലതാണ്, പക്ഷെ അതില് കുത്തി പറയുന്ന വാക്കുകളും ഉണ്ട്, നമ്മുടെ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ. അങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്തായാലും രേവതി നിന്നെ സമ്മതിക്കണം. ഏറ്റവും ലാസ്റ്റ് എത്ര അടിയാണെങ്കിലും വഴക്കാണെങ്കിലും ഏറ്റവും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് രണ്ടുപേരും അടയും ചക്കരും ആയിട്ട് തീരുമല്ലോ. അത് ഇവളുടെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് എന്നിങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ. അപ്പൊ രേവതി സച്ചി ഇങ്ങനെ പരസ്പരം നോക്കുന്നു. നമ്മുടെ അച്ഛമ്മ ഇരുന്ന് ചിരിക്കുന്നു. എന്നിട്ട് പിന്നെ നമ്മുടെ രവീന്ദ്രനായിരുന്നു ആ ഒരു ചോദ്യം രവീന്ദ്രനോട് ചോദിച്ചു. രവീന്ദ്രൻ പറഞ്ഞു എന്റെ ഭാഗ്യമാണ് ഇവളെ ഞാൻ കണ്ടുമുട്ടിയതും. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് അത് കൊള്ളാലോ രവിയേട്ടന്റെ ഭാഗ്യവും അവരുടെ കുടുംബത്തിന്റെ ദോഷവും അവരുടെ കുടുംബത്തിന്റെ സങ്കടവുമായി പോയല്ലോ നിങ്ങളുടെ കണ്ടുമുട്ടല്. അന്ന് ഇവളുടെ അച്ഛൻ വണ്ടി കയറി ചത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ കാണുമായിരുന്നോ? അത് കൊള്ളാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, അതെ ചന്ദ്രേ, കൂടുതൽ വേണ്ട, മിണ്ടാതെ അവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയോട് ചോദിച്ചപ്പോ സച്ചി രേവതിയെ കുറിച്ച് അങ്ങനെ പുകഴ്ത്തി പറയാണ്, ഇതുപോലെ ഒരു ഭാര്യ വേറെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും എല്ലാം ഇവൾ എൻ്റെ കൂടെ ഉണ്ടാകും. പിന്നെ ഈ വീട്ടില് ഞാനുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് ഇവള് വന്നേ പിന്നെയാണ്. എന്നെ എല്ലാവരും പരിഗണിച്ചു തുടങ്ങിയതും എൻ്റെ ഭാര്യ വന്നേ പിന്നെയാണ്. അല്ലാതെ ഇതെന്റെ വീടാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. നമ്മളെ കാത്തിരിക്കാനും നമ്മളെ നോക്കിയിരിക്കാനും ഒക്കെ ഒരാളുണ്ടാകുമ്പോഴല്ലേ നമുക്ക് ജീവിക്കാൻ തോന്നുക. സത്യം പറയാലോ, ഇവള് വന്നേ പിന്നെ എനിക്ക് ജീവിക്കാൻ തോന്നിയത്. പിന്നെ നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ ഇവളല്ല എന്നെ മാറ്റിയെടുത്തത്, ഞാൻ മാറിയതാ ഇവക്ക് വേണ്ടി, ഇവളുടെ സന്തോഷത്തിന് വേണ്ടി. ഇത് കേട്ടതും ശ്രുതിക്കും ചന്ദ്രയുടെയും മുഖം പോകുന്ന പോക്ക് കാണണം കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ കാര്യം രേവതിയോട് ചോദിക്കുകയാണ്. സച്ചിയുടെ കാര്യമല്ല, രേവതിയോട് ചോദിക്കുകയാണ്. വിവാഹത്തിന്റെ നിങ്ങൾ തമ്മിൽ ഉള്ള ബന്ധത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ ഭാഗ്യം തന്നെയാണ് സച്ചേട്ടനെ പോലെ ഒരു ആളെ എനിക്ക് കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പിന്നെ ഇവരെന്താ എപ്പോഴാ എങ്ങനെയാ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവരുടെ മനസ്സെന്താണെന്നും എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതൊന്നും ഇതുവരെ എനിക്ക് പിടികിട്ടുന്നു തോന്നുന്നുമില്ല. പക്ഷെ എന്തോ എൻ്റെ ജീവിതം പൂർണ്ണമായത് സച്ചേട്ടൻ്റെ കൂടെ വന്നതിൽ പിന്നെയാണ്. എൻ്റെ സ്വപ്നങ്ങളൊക്കെ എൻ്റെ സച്ചേട്ടൻ സാധിച്ചു തരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് ഇവരുടെ എല്ലാവരുടെയും വീഡിയോ ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. നമ്മുടെ വർഷം എല്ലാം ഇങ്ങനെ പറഞ്ഞത് ഷൂട്ടൊക്കെ ചെയ്തു. ഇതിനോടൊപ്പം തന്നെ ശ്രീകാന്തിനോട് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, സത്യം പറയാലോ, ഒരു പെണ്ണെന്താണെന്നും ഒരു ഭാര്യ എന്താണെന്നും ഒരു അമ്മയുടെ സ്നേഹം, ഒരു ഏടത്തിയുടെ സ്നേഹം, ഇതെല്ലാം കൂടിയാ രേവതി ചേച്ചി. എനിക്ക് പറയാൻ പറ്റില്ല. രേവതി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏടത്തിയല്ല, എനിക്കൊരു കൂടപ്പിറപ്പില്ലല്ലോ, അതുപോലെ ഇരിക്കുന്നത്. അങ്ങനെ വർഷയുടെ കൂടെ വന്നപ്പോൾ വർഷ പറഞ്ഞു, പിന്നെ പറയാനുണ്ടോ വർഷയാണെങ്കിൽ രേവതി ചേച്ചി എനിക്ക് എന്തിനും ഏതിനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. എന്നെ ഒരുപാട് സാഹചര്യത്തിൽ രേവതി ചേച്ചി എന്നെ രക്ഷിച്ചിട്ടുണ്ട്. സത്യത്തിൽ രേവതി ചേച്ചീനെ പോലെ ഒരു മകളെ കിട്ടിയത് ലക്ഷ്മി അമ്മയുടെയും കൂടെ ഭാഗ്യമാണ്. അപ്പൊ അവർക്കും സന്തോഷമായിട്ടോ. അങ്ങനെ ആ ഒരു വെഡിങ് ആനിവേഴ്സറി ഒക്കെ തീർന്നു. നമ്മുടെ സച്ചി കിടക്കയൊക്കെ എടുത്താ എന്നാ ഇനിയിപ്പോ വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞാൽ ഞാൻ കിടക്കാൻ പോവാണേ എന്ന് പറഞ്ഞ് അങ്ങ് പോയി. ടെറസിന്റെ മണ്ടയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അല്ല ഇന്ന് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേടാ, എന്തിനാടാ നീ മണ്ടയിൽ പോയി കിടക്കുന്നത്? ഇന്ന് ഞങ്ങൾ മാറിത്തരാം, നിങ്ങൾ ഇവിടെ കിടന്നു. അപ്പോഴത്തേക്കാണ് രവീന്ദ്രനോട് അച്ഛമ്മ പറയുന്നത്, അതിന്റെ ആവശ്യമില്ലല്ലോ മോനെ, നിനക്ക് അസുഖമല്ലേ, നീ മാറി കിടക്കൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാം, വേറെ ഏതെങ്കിലും ഒരു റൂം ഒഴിഞ്ഞു കൊടുക്ക്, ഇവരവിടെ പോയി കിടക്കട്ടെ. അപ്പൊ സച്ചി രേവതി പറഞ്ഞു, വേണ്ട ഞങ്ങൾ മേളിൽ കിടന്നോളാം, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പൊ ശ്രീകാന്തും
വർഷയും പറയുന്നുണ്ട്, വേണ്ട ഞങ്ങളുടെ റൂം തരാം, കിടക്ക്. അപ്പം പറഞ്ഞു, വേണ്ട വേണ്ട, ഞങ്ങൾ പോയി മേളിൽ കിടന്നോളാം. ഇങ്ങനെ നിലാവൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാ, ഫീല് തന്നെയാ. എന്നാലും ഞങ്ങൾ മേളിൽ പൊക്കോളാം എന്ന് പറഞ്ഞ് ടർസിന്റെ മണ്ടയിലേക്ക് പോകും. അപ്പോഴത്തേക്കും വർഷ എന്ത് ചെയ്തു, വർഷയുടെ കയ്യിൽ ഒരു ടെന്റ് അടിക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നല്ലോ. ആ സംഭവം നമ്മുടെ രേവതിക്ക് കൊടുത്തിട്ട്, ഇത് അവിടെ പോയി ടെന്റ് അടിച്ചിട്ട് അതിനകത്ത് നിങ്ങൾ ഇന്ന് കിടക്കണം, ഒരു നല്ലൊരു പ്രത്യേക ഫീലാ ചേച്ചി എന്ന് പറഞ്ഞ് അത് രേവതിയുടെ കൊടുത്തു വിട്ടു. രേവതി ആ ടെന്റും കൊണ്ട് പോയി അവിടെ ടെന്റൊക്കെ അടിച്ചു കേട്ടോ. നമ്മുടെ സച്ചിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. സച്ചി ഇത് എന്താ രേവതി, സാധാരണ പാലൊക്കെയാണല്ലോ കൊണ്ടുവരുന്നത്, ഇതിപ്പം ടെന്റ് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാല്, അത് പിന്നെ ഇതെനിക്ക് വർഷ തന്നു വിട്ടതാ, ബാ നമുക്ക് കിടക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ആ ഒരു ടെന്റ് അടിച്ചതിന്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആകാശത്തൊക്കെ നോക്കിയിരുന്ന് പാട്ടൊക്കെ പാടുന്നു. അങ്ങനെ അവരുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ പങ്കുവെക്കുന്നു, ചെറിയ റൊമാൻസ് വരുന്നു, ആ ടെന്റിനകത്ത് കയറുന്നു, പൂട്ടുന്നു, കിടന്നുറങ്ങുന്നു. ഇതാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ ഒരു തീരുമാനം എടുക്കുകയാണ്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. കാരണം എല്ലാവർക്കും അവരുടേതായ പ്രൈവസി ഉണ്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ വിട്ടാൽ എങ്ങനെയും ശരിയാവുന്നത്? ചന്ദ്രയ്ക്കും അതുപോലെ നമ്മുടെ ചന്ദ്രയുടെ ഹസ്ബൻഡിനും രവീന്ദ്രനും ഒരു റൂമുണ്ട്. അവരുടെ റൂം ഇപ്പം തൽക്കാലം ഒഴിയാനൊന്നും പറ്റില്ല. എങ്കിൽ പിന്നെ ശ്രുതിക്കും വർഷയ്ക്കും ഒരു റൂമുണ്ട്. ശ്രുതിക്കും ഒരു റൂമുണ്ട്, ശ്രീകാന്തിനും വർഷയ്ക്കും ഉണ്ട്. അപ്പൊ സച്ചിക്കും രേവതിക്ക് ഒരു റൂം കെട്ടണം. അപ്പം അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അച്ഛമ്മ ചെയ്യാം. റൂം ഉടനെ നമുക്ക് കെട്ടാം. പക്ഷെ അതിന് മുമ്പായിട്ട് ഇപ്പൊ റൂം കെട്ടണമെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കുമല്ലോ, ഒരു റൂം മണ്ടയിലേക്ക് കെട്ടി വരണമെങ്കിൽ. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു കാര്യം ചെയ്യുകയാണ്, എല്ലാവരെയും കൂട്ടി വിളിച്ച് വരുത്തിയിട്ട് റൊട്ടേഷൻ, അതായത് നമ്മളൊക്കെ ഈ ബെഞ്ചിൽ ഫസ്റ്റ് ബെഞ്ചിൽ സെക്കൻഡ് ബെഞ്ച് തേർഡ് ബെഞ്ച് ഇങ്ങനെ മാറി മാറി വരില്ലേ, റൊട്ടേഷൻ ചെയ്യില്ലേ എല്ലാ ആഴ്ചയും, അതുപോലെ തന്നെ ഒരു റൊട്ടേഷൻ നടത്തിയേക്കാം. ഒരു ദിവസം രേവതിയും സച്ചിയാണെങ്കിൽ മറ്റേ ദിവസം വർഷയും ശ്രുതിയും ശ്രീകാന്തും സുധിയും ഒക്കെ അങ്ങനെ ആയിട്ടൊരു റൊട്ടേഷൻ. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ റൂമില് സച്ചിൻ രേവതിയും അപ്പം നാളെ മുതൽ കിടക്കേണ്ടത്. അപ്പം ഇനി അങ്ങനെയാണ് റൊട്ടേഷന്. ശ്രുതിയുടെയും റൂമില് ഒരു ദിവസം അവരാണ്, പിറ്റേ ദിവസം ഇവര്, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ശ്രീകാന്തിനും വർഷയ്ക്കും അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛമ്മ ഉള്ളത് കൊണ്ട് അതനുസരിപ്പിച്ചേ അച്ഛമ്മ അവിടെ നിന്ന് പോകത്തുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ ഇടയ്ക്കും കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഡയലോഗ് സഹിതം പറയാതെ നമ്മൾ ഒരാഴ്ചയിലെ ഫുള്ള് കഥ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ വിത്ത് ഡയലോഗ് ഇടാത്തത്. അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ശ്രുതിയും അങ്ങോട്ട് കയറി കിടന്നു. ഇവരങ്ങോട്ട് എണീക്കുന്നില്ല കേട്ടോ. ഇവരെണീക്കാതെ അവിടെ തന്നെ കിടക്കാണ്. ചന്ദ്രയ്ക്കാണ് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. എന്റെ പൊന്നോ, ചന്ദ്രയ്ക്ക് ഇതുപോലെ അസുഖമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രേവതിയും വിട്ടുകൊടുക്കുക. സച്ചി പറഞ്ഞു, വന്നേ, അങ്ങനെ അവര് സൂചി കിടക്കണ്ടെന്ന് പറഞ്ഞു. പോയി രണ്ടിനെയും കൂടെ വെളിയിൽ ചാടിച്ചോണ്ട് വന്നു കേട്ടോ. വെളിയിൽ ചാടിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മുടെ സച്ചി രേവതി റൂമിൽ കയറി കിടന്നു. അങ്ങനെ ശ്രുതിയും ആദ്യമായിട്ട് ഹോളില് പാവിരിച്ച് കിടക്കുന്ന ഒരവസ്ഥ. ഏതായാലും സച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒരു ദിവസമെങ്കിലും അവരൊന്ന് നിലത്ത് കിടത്താൻ പറ്റിയില്ല, നമുക്ക് ഭയങ്കര സന്തോഷമാവും. ചന്ദ്രയാണെങ്കിലും അയ്യോ അവരെ നിലത്ത് കിടത്തിയാൽ ശരിയാവോ, അവർക്ക് പുറം വേദന എടുക്കുവോ, കഴുത്ത് വേദന എടുക്കുവോ, മേലുവേദന എടുക്കുവോ, അയ്യോ എന്റെ മോൻ നിലത്ത് കിടന്നിട്ടേ ഇല്ല, അന്നെ പൊന്നേന്ന് പറഞ്ഞ് കൊണ്ട് നടക്കല്ലായിരുന്നോ. അപ്പം അങ്ങനെയൊക്കെ നോക്കി ഭയങ്കരമായിട്ടൊരിത്. അങ്ങനെ ശ്രുതിയോട് ഇച്ചിരി സ്നേഹം കൂടുതൽ കാണിക്കുന്നു. അപ്പൊ ഇത് അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അച്ഛമ്മ പണ്ട് വഴക്ക് പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ വേറ്റ് കൃത്യം കാണിക്കുന്നത്, എല്ലാവരും ഒരുപോലെ അല്ലേ എന്ന് പറയുമ്പോ, അയ്യോ ഇവളെനിക്ക് ഒരുപോലെ അല്ല, എല്ലാവരെ പോലെ അല്ലേ ഇവളുണ്ടല്ലോ, ഇവളെ ഞാൻ കൊണ്ടുവന്നതാ, ഇവളെ ഞാൻ കൊണ്ടുവന്ന എന്റെ മരുമകളാ, എനിക്ക് ഇഷ്ടപ്പെട്ടാ ഞാൻ ഇവളെ എന്റെ മോന് വേണ്ടി ആലോചിച്ചത്. അപ്പൊ സച്ചു പറഞ്ഞു, അതെങ്ങനെ ശരിയാകും, പിന്നെ അമ്മ കാണുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരും കൂടെ കണ്ട് സെറ്റാക്കിയതല്ലേ, അതപ്പം പിന്നെ എങ്ങനെ ശരിയാകും എന്നിങ്ങനെ പറഞ്ഞപ്പം അച്ഛമ്മ പറഞ്ഞു, അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു എന്നൊക്കെ അച്ഛമ്മ ചോദിക്കുകയാണ്. അപ്പൊ സച്ചു പറഞ്ഞു, അങ്ങനെ ഒരു കഥയുണ്ട്. അല്ല നിനക്ക് വർഷയോട് സ്നേഹമുണ്ടല്ലോ. അത് പിന്നെ അച്ഛമ്മേ വർഷയോടും അതുപോലെ പൗഡർ ഏടത്തിയോടൊക്കെ സ്നേഹം വരും. ഒരാളങ്ങ് മലേഷ്യ, ഒരാളിവിടെ കോടീശ്വരി. അതുപോലെ എന്റെ രേവതിയുടെ അച്ഛനോ അമ്മയോ വല്ലോ ഇറ്റലിയിലോ അങ്ങനെയൊക്കെ എവിടെയെങ്കിലും അമേരിക്കയിലോ ഒക്കെ ആണെങ്കിൽ ഈ സ്നേഹം എന്റെ രേവതിയോടും ഉണ്ടായിരുന്നേനെ. അപ്പോഴത്തേക്കും അച്ഛമ്മ വഴക്ക് പറയാണ്, ഒരു കാര്യം പറഞ്ഞേക്കാം, മരുമക്കളെ 3 തട്ടിലല്ല കാണേണ്ടത്, 3 പേരെയും ഒരു തട്ടിൽ വെച്ച് കാണാൻ നീ ശ്രമിക്കണം. ഞാൻ ഒരു കാര്യം പറയാ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ പറഞ്ഞേക്കുക, ഇനി രേവതിയെ നീ 2ാം തരക്കാരിയോ 3ാം തരക്കാരിയോ ആയിട്ട് കാണരുത്. അവളാണ് ഈ വീട്ടിൽ വലതുകാല് വെച്ച് വന്ന ആദ്യത്തെ മരുമകള്. അവളുടെ ഐശ്വര്യ ഈ വീട്ടിലുള്ളത്. അവള് വന്നപ്പോഴാ ഈ വീടായത്. അതുകൊണ്ട് മര്യാദയ്ക്ക് ആയിക്കോണം കേട്ടോ ചന്ദ്രേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, രേവതി മോളെ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചറിയിക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഇതൊക്കെ കോർത്തിണക്കി ഒരു വിശേഷമാണ് വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സുധിയുടെ ആ ഒരു കടയിലേക്ക് മീരേനെയൊക്കെ കൊണ്ടുപോയി
ചെല്ലുന്നുണ്ട്, അങ്ങനെ കടയൊക്കെ കാണിക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാകുന്നുണ്ട്. അങ്ങനെ കടയുടെ ഉദ്ഘാടനമൊക്കെ വരാൻ പോവുകയാണ്. കടയിലെ ഉദ്ഘാടനം നമ്മുടെ ചന്ദ്രയാണ് നിർവഹിക്കുന്നത്. ചന്ദ്രയുടെ പേരാണ് കടക്കിട്ടിരിക്കുന്നത്. അത് നമ്മുടെ സച്ചി പറഞ്ഞിട്ടാണ് എന്നൊന്നും അവിടെ വിശദീകരിച്ച് ആരും പറയുന്നൊന്നും ഇല്ല കേട്ടോ. സച്ചി പറഞ്ഞിട്ട് ആ പേരിട്ടത്, ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു നമ്മുടെ ചന്ദ്രയുടെ പേരിടും. ഓഹോ, ചന്ദ്രയ്ക്ക് പേരിട്ടെന്ന് അറിഞ്ഞപ്പോ പിന്നെ ഭയങ്കര സന്തോഷമാണ്. ഏതായാലും ഉദ്ഘാടനം കഴിയുമ്പോൾ വീണ്ടും ഒരു യുദ്ധവും ഒരു പുറപ്പാടും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ ഏകദേശം ഒരാഴ്ച ഇങ്ങനെ അങ്ങ് നീണ്ടു പോകും, ഈ ഒരു കടയിലെ ഉദ്ഘാടനം വരെ അങ്ങ് നീണ്ടു പോകും കേട്ടോ. അപ്പൊ വേറെ എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ പുതിയ അപ്ഡേഷനുമായിട്ട് വരാം കേട്ടോ. അപ്പൊ അതുവരെ എല്ലാവരും കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് ഇടുന്നുണ്ടേ. നയനയുടെയും ആദർശിന്റെയും ഇവിടെ തന്നെയാണ് ഇടുന്നത്. അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ചാനലിലാണ് ഇടുന്നത്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പോസ്റ്റിന് മുകളിലായിട്ട്. അപ്പൊ അതൊന്ന് പോയി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അലീനയുടെ കഥയിലേക്ക്, ആ ചാനലിലേക്ക് പോകാനായിട്ട് സാധിക്കും. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ചെന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാൻ. ടാറ്റ, ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ, കൂടെ ഒരു ഹൈപ്പും.